ഹേ ഗായ്സ്, സന്ധ്യ നേരത്ത് ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ റീലും തോണ്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കോട്ടയത്തെ ലുലു മാളിൻ്റെ ഒരു വീഡിയോ കാണുന്നത്. അപ്പം മനസ്സിലൊരു തോന്നൽ, നമ്മുടെ സ്വന്തം കോട്ടയത്തെ ലുലു വന്നിട്ട് ഞാൻ ഇതുവരെ അതൊന്നും പോയി കണ്ടില്ലല്ലോ എന്ന്. എന്തിനാ അങ്ങനെ ഒരു സങ്കടം മനസ്സിട്ടുണ്ടോ നടക്കുന്നേ? നേരെ ഫോൺ എടുത്ത് അളിയനെയും ചേച്ചിയും വിളിച്ചു, സന്ധ്യയ്ക്ക് ലുലു മാളിലൊന്ന് പോയി കറങ്ങിയാലോ എന്ന്. ഞാൻ വിളിച്ച പാടെ രണ്ടുപേരും കാറും എടുത്തുകൊണ്ട് ഇറങ്ങി. ഏതായാലും പോവല്ലേ, കുറച്ച് സാധനമൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് അവരും. അങ്ങനെ ഞങ്ങൾ നേരെ ലുലുവിൻ്റെ പാർക്കിങ്ങിൽ കൊണ്ടേ കാറ് പാർക്ക് ചെയ്തു. അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മുടെ ലുലുവിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി. ഫ്രണ്ട് വ്യൂ ഒക്കെ കണ്ട് മെയിൻ എൻട്രൻസിൽ കൂടെ ഞങ്ങൾ നേരെ അകത്തോട്ട് കയറി. ഞങ്ങൾ ചെന്നത് രാത്രിയാണേ. രാത്രി നേരത്തും അതിൻ്റെ അകത്ത് എന്ത് തിരക്കാരെന്നറിയാമോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്ന് ആദ്യം തന്നെ ഗെയിമിംഗ് സെക്ഷൻ ഒന്ന് പോയി എല്ലാം ഒന്ന് കണ്ട്. കളിച്ചൊന്നുമില്ല, എല്ലാം ഒന്ന് കയറി കണ്ടിട്ട് അവിടെ തന്നെയുള്ള ഫസ്റ്റ് ഫ്ലോറിലെ കുറച്ച് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് അവിടെ നിന്ന് നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന സ്ഥിതിക്ക് അവർക്കൊരു നിർബന്ധം, കുറച്ച് ഗ്രോസറി ഐറ്റംസ് പർച്ചേസ് ചെയ്തേക്കാന്ന്. ഞാനും ആയിക്കോട്ടെ എന്ന് വെച്ചു. അവരൊരു സൈഡിൽ പർച്ചേസും ഞാനൊരു സൈഡിൽ ലുലുവിൻ്റെ കാഴ്ചകളും. അങ്ങനെ ചെന്നപ്പോഴാടാ ചിക്കന്, മീറ്റ്, ഫിഷ്, ലാമ്പ് എല്ലാ ഐറ്റംസും നല്ല വെടിപ്പാക്കി വെച്ചേക്കുന്നു. എന്തിനു പറയുന്നു, നേരെ അടുപ്പത്ത് കയറ്റാൻ തക്ക പ്രാപ്തിയിൽ എല്ലാ മസാലയും തേച്ച് വെച്ചേക്കുന്നു. അവിടെ നിന്ന് നേരെ വന്നപ്പം ദേ ഒരു കിൻഡൽ സാധനങ്ങൾ അളിയനും ചേച്ചിയും കൂടെ പർച്ചേസ് ചെയ്ത് വെച്ചേക്കുന്നു. 1, 2, 3, 4 എണ്ണി ഞാൻ മടുത്തു. അവസാനം ഞങ്ങളതെല്ലാം കൂടെ കൊണ്ട് നേരെ ബില്ലിംഗ് സെക്ഷനിലോട്ട്. ബില്ലടിച്ച് വന്നപ്പോഴോ നല്ലൊരു എമൗണ്ടും കിട്ടി. അളിയൻ്റെ കിളി പാറി കാണും. അങ്ങനെ ഞങ്ങൾ ലുലുവിനോട് ടാറ്റയും പറഞ്ഞ് നേരെ ലുലു മാളിൻ്റെ പുറത്തോട്ട്. അങ്ങനെ എൻ്റെ സങ്കടം മാറി കിട്ടി. ഞാൻ ലുലു കണ്ടു. അപ്പം നിങ്ങൾ ഹാപ്പിയല്ലേ? ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ശരി, ബൈ. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.